പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പഴയ വർഷം അവസാനിച്ച് പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു കഥ കേൾക്കൂ. രാജഘടികാരം. നിന്നിണ്ണീം നിണ്ണീം. നഗരമധ്യത്തിലെ ഉയർന്ന ഗോപുരത്തിനു മുകളിലെ കൂറ്റൻ ഘടികാരം ഓരോ മണിക്കൂറിലും ശബ്ദിക്കുമ്പോഴാണ് പണ്ടൊക്കെ നഗരം ഉണർന്നിരുന്നത്. ഉയർന്നു കേൾക്കുന്ന സൈറനേക്കാൾ തൊഴിലാളികൾക്ക് വിശ്വാസം നമ്മുടെ ക്ലോക്കിനെ ആയിരുന്നു. എന്നാൽ അർദ്ധരാത്രി കഴിഞ്ഞാലും നിലയ്ക്കാത്ത ശബ്ദങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ ഘടികാര ശബ്ദം കേൾക്കാൻ എളുപ്പമല്ലാതായി. എങ്കിലും പ്രായമുള്ള ചിലർ എല്ലാ പുതുവത്സര തലേന്നും നിർബന്ധമായും ഗോപുരത്തിനു മുന്നിലുള്ള പാർക്കിലെ ഇരിപ്പിടങ്ങളിൽ ഒത്തുകൂടും. അപ്പോൾ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഈ വർഷം അവസാനിച്ച് പുതുവർഷം പിറവിയെടുക്കും അല്ലേ? കേണൽ മേനോൻ ഘനഗംഭീര ശബ്ദത്തിൽ ചോദിച്ചു. അതെ, എത്ര പുതുവർഷത്തിന് സാക്ഷിയായതാണ് ഈ ക്ലോക്ക്, ഡോക്ടർ രാജേന്ദ്രൻ പറഞ്ഞു. ആ സമയത്ത് അവിടെ എത്തിയ ഒരു കൊച്ചുകുട്ടി പെട്ടെന്ന് ക്ലോക്ക് കണ്ട അത്ഭുതത്തോടെ നിന്നു. എന്നിട്ട് അമ്മയോട് ചോദിച്ചു, എന്തൊരു വലിയ ക്ലോക്ക്! അമ്മയെ കണ്ടോ? എന്തു വലുതാ! ബാലികയുടെ കൗതുകം കണ്ട് അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് മോളെ രാജഘടികാരം. ഘടികാരമോ? അതെന്താ? കുഞ്ഞ് അത്ഭുതത്തോടെ ചോദിച്ചു. ഘടികാരം എന്നാൽ ക്ലോക്ക്. മഹാരാജാവിൻ്റെ കാലത്ത് സ്ഥാപിച്ചതിനാൽ രാജഘടികാരം എന്ന് പേര് വന്നു. മഹാരാജാവ് സ്ഥാപിച്ചത് കൊണ്ട് മാത്രമല്ല മോളെ, ഘടികാരങ്ങളിലെ രാജാവാണ് ഈ ഘടികാരം. ഇത്ര പഴക്കമുള്ളതും വലിപ്പമുള്ളതും ഇന്നും കൃത്യമായി പ്രവർത്തിക്കുന്നതുമായ ഘടികാരങ്ങൾ കുറവാണ്. അതുകൊണ്ടും ഇതിനെ നമുക്ക് രാജഘടികാരം എന്ന് വിളിക്കാം, ബാലൻ മാഷ് പറഞ്ഞു. അപ്പോഴേക്കും പാർക്കിൽ ആളുകൾ കൂടിക്കൂടി വന്നു. ആട്ടവും പാട്ടും ഹരം കൊള്ളുന്ന ശബ്ദങ്ങളുമായി ചെറുപ്പക്കാരും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ. ചിലർ തെല്ലു മാറിയിരുന്ന് പ്രതീക്ഷകൾ പങ്കുവച്ചു. അങ്ങനെ സമയം കടന്നുപോയി. വർഷത്തിൻ്റെ അവസാന ദിവസത്തെ അവസാന സെക്കൻഡിലേക്ക് കടന്നു. ആ ടവറിന് മുന്നിലുള്ള പാർക്കിലും തെരുവിലും നിരവധി ആളുകൾ പുതുവർഷത്തെ വരവേൽക്കാൻ എത്തിയിരുന്നു. അടുത്ത നിമിഷം ക്ലോക്ക് 12 തവണ ശബ്ദിച്ചു. നേം നേം. ആ മണിനാദത്തിന് പതിവിലും മുഴക്കവും തെളിച്ചവും ഉണ്ടെന്ന് അവിടെ കൂടി നിന്നവർക്ക് തോന്നി. ഹാപ്പി ന്യൂ ഇയർ ശബ്ദങ്ങൾ എങ്ങും മുഴങ്ങി. ബലൂണുകൾ പറത്തിവിട്ടും പടക്കം പൊട്ടിച്ചും ആളുകൾ പുതുവർഷത്തെ വരവേറ്റു. ആദ്യം കണ്ട പെൺകുട്ടി അമ്മയുടെ കൈകളിൽ മുറുക്കി പിടിച്ചു പറഞ്ഞു, ഈ പുതുവർഷം മുതൽ അമ്മ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കും. അത് കേട്ട് തൊട്ടടുത്ത് നിന്ന ആൺകുട്ടി പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെ. ഇനി മടി കൂടാതെ പഠിക്കും. ലാപ്ടോപ്പിനും ഫോണിനും വേണ്ടി വാശി പിടിക്കില്ല. അമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, ഇനി മുതൽ മോൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കും, ഉറപ്പ്. അത് കണ്ട് നാഴികമണി ചിന്തിച്ചു. പുതുവർഷം എന്നാൽ പുതിയ സന്തോഷം, പുതിയ പ്രവൃത്തികൾ, കൂടുതൽ നന്മകൾ എന്നതായിരിക്കണം. പുതുവർഷം എന്നാൽ കലണ്ടറുകൾ മാറുന്നത് മാത്രമല്ല, പുതിയ തീരുമാനങ്ങൾ എടുക്കുന്ന ഹൃദയങ്ങളുടെ ശുഭകരമായ മാറ്റം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ കൂടിയവർ നവവത്സരാഘോഷത്തിൻ്റെ ആഘോഷത്തിമിർപ്പിലേക്ക് തിരിഞ്ഞു.